ഹലോ ഹലോ എല്ലാവർക്കും വെൽക്കം ടു അനഘ സ്റ്റഡി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8ൻ്റെ ലെസൺസ് തന്നെയാണ് കേട്ടോ. സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ വായോ അനഘ സ്റ്റഡി വേൾഡിലേക്ക് വാ. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 8 ആയിട്ടുള്ള നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇത്. വോളിയം നമ്പർ 2-ലെയാണ് ചാപ്റ്റർ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററാണ്. വോളിയം നമ്പർ 2-ലെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾ ബോറൊന്നും അടുപ്പിക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഇടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ് സെറ്റാക്കി നമുക്ക് പഠിച്ചു വിടാം. കുഞ്ഞു കുഞ്ഞു പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ഫിഗർ 8.1-ൽ നമുക്കൊരു ഇത് കാണാം. പേജ് നമ്പർ 127-ൽ നമുക്ക് കാണാം 8.1, ഫിഗർ 8.1 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഫിഗർ 8.1 ഷോസ് എ സ്റ്റാച്യു of a brave warrior installed at the പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ഇൻ തിരുവനന്തപുരം. നമുക്ക് ഈ ഒരു ഫിഗറിൽ എന്താ കാണാൻ പറ്റുന്നത്? തിരുവനന്തപുരത്തെ പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തെ മിലിറ്ററി ക്യാമ്പിൽ നിർമ്മിച്ച അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ശില്പമാണ്, ഒരു സ്റ്റാച്ചു ആണ്, ഒരു ധീര യോദ്ധാവിൻ്റെ ശില്പമാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. It was erected to commemorate the defeat of the Dutch by the Travancore army at കുളച്ചൽ in 1741. 1741 കുളച്ചലിൽ വെച്ച് ട്രവാൻകൂറും ഡച്ചും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. ആ ഒരു യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ട്രവാൻകൂർ ആർമിയാണ് ജയിച്ചത്. ഡച്ചിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ജയിച്ചത്. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി, അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ സ്ഥലത്ത്, പാങ്ങോടെന്ന് പറയുന്ന സ്ഥലത്ത് മിലിറ്ററി ക്യാമ്പിൽ ഈ ഒരു ബ്രേവ് വാരിയറിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുള്ളത്. We have discussed the arrival of Europeans in India and the early conflict with the native in the previous chapter. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ, നമ്മുടെ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ യൂറോപ്യൻസിൻ്റെ വരവും അതുപോലെ തന്നെ അന്നുണ്ടായ കലാപങ്ങളും ഒക്കെ നമ്മൾ ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കുന്നുണ്ട്. Those who came to Kerala for trade from various European countries tried to seize the princely states and establish political power. In the competition among the Europeans to establish dominance in Kerala, the British got the upper hand. അതായത് those who came to Kerala for trade, കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നവരൊക്കെ തന്നെ, പല യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വന്നവരൊക്കെ തന്നെ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്? ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളെ കയ്യിലെടുക്കാൻ, അതായത് കീഴ്പ്പെടുത്താനും അതുപോലെ തന്നെ അവിടെ രാഷ്ട്രീയമായ അധികാരം കൊണ്ടുവരാനും വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. ഇതിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ്റെ ഇടയിൽ യൂറോപ്യന്മാരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇത് നേടിയെടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായാലും പറയാം ബ്രിട്ടീഷ് തന്നെയാണ്, അല്ലേ? നമ്മൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയുടെ ഫുൾ കാര്യമല്ല, നമ്മൾ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അവിടെ ആയാലും ബ്രിട്ടീഷ് തന്നെയാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അടുത്ത പേജിലേക്ക് പോവാം. ഡ്യൂറിങ് ദ അറൈവൽ ഓഫ് ദ യൂറോപ്യൻസിൻ്റെ വരവോടുകൂടി there were various princely states in Kerala. യൂറോപ്യൻസിൻ്റെ വരവ് അല്ലെങ്കിൽ യൂറോപ്യൻസ് വന്ന ആ ഒരു സമയത്ത് കേരളത്തിൽ ഒത്തിരി നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. Later, the Malabar region came under the direct rule of the English East India Company, while the princely state of Kochi and Travancore existed under the monarchy, accepting the supremacy of the British. എന്താ പറഞ്ഞിരിക്കുന്നത്?
പിന്നീട് മലബാർ എന്ന് പറയുന്ന ആ ഒരു റീജിയനിലെ കൺട്രോൾ എങ്ങോട്ട് പോയി? ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലേക്ക് പോയി. അതേപക്ഷം കൊച്ചിയിലെ ട്രാവൻകൂർ, അതായത് തിരുവനന്തപുരം, അതാണ് ഇപ്പോഴത്തെ തിരുവിതാംകൂർ, കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയൊക്കെ ഭരണം എങ്ങോട്ടാണ് പോയത്? അവിടുത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ഭരണം എങ്ങനെയാണ് പോയത്? അത് അപ്പോഴും മൊണാർക്കി തന്നെയായിരുന്നു. എന്താണ് മൊണാർക്കി? രാജഭരണത്തിൽ തന്നെയായിരുന്നു. അവരെന്നാലും എന്ത് അക്സെപ്റ്റ് ചെയ്തിരുന്നു? ബ്രിട്ടീഷിൻ്റെ സൂപ്രമസി, അവരുടെ ആ ഒരു പരമോന്നതമായിട്ടുള്ള സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത് നടന്നത്. അപ്പോൾ ഇനി എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഹൂ വെർ ദ ഫസ്റ്റ് ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള? ബ്രിട്ടീഷിനെതിരെ കേരളയിൽ നിന്ന് ആദ്യമായിട്ട് ആരായിരുന്നു ഫൈറ്റ് ചെയ്തത്? വാട്ട് വെർ ദ റീസൺസ്? എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? വാട്ട് വെർ ദ കോൺസിക്വൻസസ്? അതുണ്ടാവാൻ കാരണമായ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ലെറ്റസ് എക്സാമിൻ. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഇനിയുള്ള പോർഷനിലൂടെ നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഒരു കാര്യം നിങ്ങൾക്ക് സെറ്റായോ? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്? യൂറോപ്യൻസ് വന്നു. യൂറോപ്യൻസിൻ്റെ വരവ് ആ ഒരു വന്ന സമയത്ത് കേരളത്തിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മലബാറൊക്കെ എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്റ്റായിട്ട് ഭരണത്തിലേക്ക് പോയി. അതേവശം കൊച്ചിയും തിരുവിതാംകൂറും അങ്ങനത്തെ പ്രിൻസ്ലി സ്റ്റേറ്റൊക്കെ അപ്പോഴും എന്തിൽ തന്നെയാണ്? രാജഭരണത്തിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. പക്ഷെ അവരെന്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? ബ്രിട്ടീഷിൻ്റെ ആ പരമോന്നതമായിട്ടുള്ള ആ ഒരു സ്ഥാനം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ദ ട്രംപറ്റ് സൗണ്ട് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വാർ. യുദ്ധത്തിന് വേണ്ടിയുള്ള എന്താണ്? ട്രംപറ്റ് സൗണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ആരെ പറ്റിയാണ്? കേരളവർമ്മ പഴശ്ശിരാജയെ പറ്റിയാണ്. ബ്രിട്ടീഷിന് എതിരെ കേരളത്തിൽ നിന്നും യുദ്ധം ചെയ്ത, ഫൈറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റിയുള്ള വരികളാണ്. ഇത് ആരുടെയാണ്? പി കുഞ്ഞിരാമൻ നായരുടെയാണ്. പുരളിമലയിലെ പൂമരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ളതാണ്. നമുക്ക് വായിച്ചു നോക്കാം. ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടുങ്കോട്ടയം നാട്ടിലെ കേസരി വീരനെ. ഇത്രയും നാളുകളായിട്ടും ഞങ്ങൾ മറന്നിട്ടില്ല. ആരെ? കോട്ടയത്താണ് കേരളവർമ്മ പഴശ്ശിരാജ ഉണ്ടായിരുന്നത്. അപ്പോൾ കോട്ടയത്തെ വീരനെ ഞങ്ങൾ മറന്നിട്ടില്ല. ഹൃത്തിലെ ചെഞ്ചോര. ഹൃത്തിലെ എന്ന് പറഞ്ഞാൽ ഹൃദയം. ഹൃദയത്തിലെ ചെഞ്ചോര നീരിലി സ്വാതന്ത്ര്യ വിത്തു മുളപ്പിച്ച കർഷക വീരനെ. അതായത് സ്വന്തം ജീവൻ കൊടുത്തിട്ടും എന്താണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തി. സ്വാതന്ത്ര്യ ലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളി എങ്കിലും. പക്ഷേ മലയാളി സ്വാതന്ത്ര്യം കിട്ടിയതോടെ അദ്ദേഹത്തെ മറന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു മലബാർ ഡിസ്ട്രിക്റ്റ്, മലബാർ ജില്ല ആ ഒരു സമയത്ത് 1800 CE ആ ഒരു സമയത്തെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കൂ സ്ഥലങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉള്ള ഭാഗങ്ങളൊന്നുമില്ല. കൊച്ചിയും ട്രാവൻകൂറും ആയിരുന്നു. അത് കൊച്ചിയും ട്രാവൻകൂറും ആയിരുന്നു. തിരുവിതാംകൂറും ആയിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ ഉള്ള പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒന്നും കാണുന്നില്ല. കൊച്ചിൻ, ട്രാവൻകൂർ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മേളിലോട്ടുള്ളതൊക്കെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടയമൊക്കെ മേളിൽ പോയോ? അതെപ്പോഴാ? അതാണോ കോട്ടയം? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കോട്ടയത്തിൻ്റെ അടുത്ത് വയനാട്, കോഴിക്കോട്. അതെന്തേലും ആട്ടെ, ഞാനത് നോക്കിയിട്ട് ഉള്ള അതുകൂടെ അടിച്ചു പോയി എൻ്റെ കിളി. നമുക്കപ്പോൾ വായിക്കാം. ഈ ഒരു ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പി കുഞ്ഞിരാമൻ നായർ എഴുതിയതാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഈ വരികൾ ആരെ പറ്റിയുള്ളതാണ്? കേരളവർമ്മ പഴശ്ശിരാജയെ പറ്റിയുള്ളതാണ്. കേരളവർമ്മ പഴശ്ശിരാജ വാസ് എ മെമ്പർ ഓഫ് ദ കോട്ടയം റോയൽ ഫാമിലി ഇൻ ദ നോർത്തേൺ മലബാർ. നോർത്തേൺ മലബാറിലെ ഒരു രാജകുടുംബമായിട്ടുള്ള, കോട്ടയത്തിലെ ഒരു രാജകുടുംബമായിട്ടുള്ള
ആ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത്. ഇൻ ദ ഏർലി ഡേയ്സ്, പഴയ ആ ഒരു ദിവസങ്ങളിൽ, ഹി ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ. ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാരെ ഹി ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ അഗെയിൻസ്റ്റ് ദ മൈസൂർ റൂൾ. മൈസൂർ ഭരണത്തിന് എതിരെയായിട്ട്, മലബാറിലെ മൈസൂർ ഭരണത്തിനെതിരെയായിട്ട് ബ്രിട്ടീഷുകാരെ അദ്ദേഹം ആദ്യകാലത്ത് ഹെൽപ്പ് ചെയ്തിരുന്നു, സഹായിച്ചിരുന്നു. ഇൻ റിട്ടേൺ, അതിന് പകരമായിട്ട് ആൻ എഗ്രിമെൻറ്റ് വാസ് മെയ്ഡ്, ഒരു എഗ്രിമെൻ്റ് അവരുണ്ടാക്കി. ദാറ്റ് പഴശ്ശി വുഡ് ബി ഗീവൺ ദ പവർ ടു കളക്ട് ടാക്സ് ഇൻ ദ കോട്ടയം ഏരിയ. എന്തായിരുന്നു ആ പവർ? പഴശ്ശിരാജയ്ക്ക് എന്തിനുള്ള അവകാശം കിട്ടി? അവിടുന്ന് നികുതി പിരിക്കാനുള്ള അവകാശം കിട്ടി. എവിടെ നിന്നാണ്? കോട്ടയം ആ ഒരു ഏരിയയിൽ നിന്നുള്ള നികുതി പിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് കിട്ടി, അതിന് പകരമായിട്ട്. However, the situation changed when Malabar came under the control of the English East Indian Company through the Treaty of ശ്രീരംഗപട്ടണം ട്രീറ്റി. അത് കാരണമായിട്ട് എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കൺട്രോളിൽ എന്ത് വന്നു? മലബാർ വന്നു. അങ്ങനെ ഒരു സന്ദർഭം അവിടെ ഉണ്ടായി. ഇതെല്ലാത്തിനെയും മാറ്റിമറിച്ചു. The British handed over the power to collect taxes in Kottayam to Pazhashi's uncle, the കുറുമ്പ്രനാട് കിങ് വീരവർമ്മ, who was loyal to them. അതായത് ഈ ഒരു അവരോട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് വിശ്വസ്തത പുലർത്തിയ, നന്നായി നിന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവായിട്ടുള്ള വീരവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നികുതി പിരിക്കാനുള്ള ആ ഒരു അവകാശം ആർക്കവർ കൊടുത്തു? പഴശ്ശിരാജയിൽ നിന്നും വീരവർമ്മയിലേക്ക് കൈമാറി. പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദിസ് നെഗ്ലക്റ്റ്, ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് എന്തായാലും വിഷമമാവുമല്ലോ. ഒരാൾക്ക് ഉണ്ടായിരുന്ന ഒരു ചുമതല വേറൊരാളിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആ ആൾക്ക് അതിന് ഉള്ള ഇതില്ലാത്ത കൊണ്ടാണോ മാറ്റിയത്? അങ്ങനെ പല ചിന്തകൾ പോവും. പഴശ്ശിരാജ അപ്പീൽഡ് ടു ദ പീപ്പിൾ നോട്ട് ടു പേ ടാക്സസ് ടു ന്യൂ റൂളർ. പുതിയ ഭരണാധികാരികളുടെ അവിടെ നികുതി അടയ്ക്കണ്ട എന്ന് ആൾക്കാരോടൊക്കെ ആര് പറഞ്ഞു? പഴശ്ശിരാജ പറഞ്ഞു. ദിസ് ലെഡ് ടു ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പഴശ്ശി ആൻഡ് ദ ബ്രിട്ടീഷ്. പഴശ്ശിരാജയും ബ്രിട്ടീഷും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് ഇതൊരു കാര്യമായിട്ട് മാറി. അപ്പോൾ എന്തൊക്കെയാണ്? ടാക്സ് കളക്ഷനാണ് ഈ ഒരു പോർഷൻ ഇത്ര അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളൊരു കാര്യം. അതായിരുന്നു ജോലി. പിന്നെന്താണ്? അത് ഈ ഒരു ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അത് വന്നതോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി മലബാറൊക്കെ അതിൻ്റെ കൺട്രോളിൽ വന്നു. അങ്ങനെ അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്നു. ആർക്കാണ് കൊടുത്തത്? വീരവർമ്മയ്ക്കാണ് കൊടുത്തത്. അദ്ദേഹം കുറുമ്പ്രനാട് കിങ് ആയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ലെറ്റ് us see what defensive strategies പഴശ്ശി adopted against the English East Indian Company. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് എതിരെ പഴശ്ശിരാജ ഉപയോഗിച്ച തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെതിരെ എന്ത് ചെയ്തു എന്ന്. ദ ബേസ് വാസ് ഷിഫ്റ്റഡ് ടു വയനാട്. ആദ്യം തന്നെ എന്ത് ചെയ്തു? അവരുടെ ആ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ആ ഒളിത്താവളം, യുദ്ധകേന്ദ്രം എന്നൊക്കെ പറയുന്ന ആ ഒരു ബേസ് എങ്ങോട്ട് മാറ്റി? അത് വയനാട്ടിലേക്ക് മാറ്റി. ദ ലോക്കൽ പീപ്പിൾ വെയർ ആഡഡ്. ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും ആഡ് ചെയ്തിരുന്നു. ഗൊറില്ല വാർഫെയർ വാസ് വേജ്ഡ്. എന്തിൻ്റെ പരിശീലനം നടത്തി? ഗൊറില്ല വാർഫെയറിൻ്റെ പരിശീലനം നടത്തി. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കുറിച്യ ലീഡറായിട്ടുള്ള താലക്കൽ ചന്തു, പിന്നെ നായർ ചീഫ് ഇടച്ചേന കുൻകൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പല്ലൂർ ഏമൻ പ്രൊവൈഡഡ് സ്ട്രോങ് മിലിറ്ററി സപ്പോർട്ട് ടു പഴശ്ശി. പഴശ്ശിരാജയ്ക്ക് മിലിറ്ററി സപ്പോർട്ട്, സൈനിക ബലം നൽകിയ ആൾക്കാരുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കി വെക്കുക. കുറിച്യ ലീഡറായിട്ടുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലേ കുറിച്യ, അതിൻ്റെ തലവനായിട്ടുള്ള തലയ്ക്കൽ ചന്തു,
പിന്നെ നായർ ചീഫായിട്ടുള്ള എളച്ചേന കുഞ്ചൻ എന്തോ ആണ് വായിക്കുന്നത്. അതെ. കൈതേരി അമ്പു, കന്നവത്ത് ശങ്കരൻ, പല്ലൂർ ഏമൻ ഇവരൊക്കെ എന്ത് ചെയ്തിരുന്നു? പഴശ്ശിരാജയ്ക്ക് മിലിറ്ററി സപ്പോർട്ട് നൽകിയിരുന്നു. The British realized that it would not be easy to defeat Pazhassi, who had put up a strong defense with the support of the people in Wayanad, which was full of forest and ravines. They took various measures against him. എന്താണ്? ബ്രിട്ടീഷിന് എന്ത് മനസ്സിലായി? പഴശ്ശിരാജയെ അങ്ങനെ എളുപ്പമൊന്നും തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നിൽ വയനാട്ടിലെ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള സൈന്യം ഉണ്ട് എന്നുള്ള കാര്യം. അവർ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട്. അതുമല്ല, ഈ ഒരു വയനാടെന്ന് പറയുന്ന അവിടെ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ അന്നത്തെ സമയത്ത് മൊത്തം കാടും അതുപോലെ താഴ്വാരങ്ങളും അങ്ങനെ ഒളിത്താവളത്തിനൊക്കെ പറ്റിയ സ്ഥലങ്ങളായിരുന്നു. താഴ്വാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവരെടുത്ത കുറച്ച് മെഷേഴ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവർ ഇതിനെതിരെ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മിലിറ്ററി ക്യാമ്പ്സ് വർ സെറ്റപ്പ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. അതായത് തന്ത്രപരമായിട്ട് നന്നായി ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? മിലിറ്ററി ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തു. ന്യൂ റോഡ്സ് വേർ ബിൽഡ്. പുതിയ റോഡുകൾ നിർമ്മിച്ചു. റൈസ് സപ്ലൈ ടു വയനാട് വാസ് കട്ട് ഓഫ്. വയനാടിലേക്കുള്ള അരിയുടെ സപ്ലൈ അവരെന്ത് ചെയ്തു? നിർത്തി. അപ്പോൾ അവിടെ വയനാട്ടിലാണല്ലോ ഇവരൊക്കെ. അപ്പോൾ അവർക്ക് റൈസ് കഴിക്കാൻ പറ്റില്ല, അവർക്ക് ഫുഡിന് പ്രശ്നം വരും. അങ്ങനെ അവരെ വെളിയിൽ കൊണ്ടുവരാനായിരുന്നു ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അടുത്തത്, എ റിവാർഡ് വാസ് അനൗൺസ്ഡ് ഫോർ ദോസ് ഹു നാഡ് ദ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിബല്യൻ. ഈ ഒരു കലാപത്തിൽ ഉള്ളവരിലെ ആരെയെങ്കിലുമൊക്കെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു റിവാർഡ് നൽകും എന്നുള്ള കാര്യം, ഒരു പാരിതോഷികം നൽകും എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തു. അപ്പോൾ എന്തായിരുന്നു അത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Look at the price the company has set for Pazhassi and his group. പഴശ്ശിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനും വേണ്ടിയിട്ട് കമ്പനി ഇട്ട വിലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. If you hold them, you will receive the full pagoda, and if you provide information, you will get half. അവരെ പറ്റിയുള്ള വിവരം തരുവാണെങ്കിൽ പകുതി കിട്ടും, അല്ല നിങ്ങൾ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫുൾ പഗോഡ. പഗോഡ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കറൻസിയാണ്. ഇപ്പോൾ ഒരു നാണയമൊക്കെ പോലെയുള്ള എന്തോ ഒരു കറൻസിയാണ് പഗോഡ, ആദ്യകാലങ്ങളിലുള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തത് കണ്ടോ, കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് 3000 പഗോഡാസ് കിട്ടും. ഇനിയിപ്പം ഇദ്ദേഹത്തെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബാധ്യത കിട്ടും. അതുപോലെ വീരവർമ്മ രാജയാണ് എങ്കിൽ 1000, രവിവർമ്മ രാജ 1000, പല്ലൂർ ഏമൻ 1000, പല്ലൂർ രായരാപ്പൻ 300, ഇടച്ചേന കുൻകൻ 1000. അപ്പം ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഗോഡ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സമയത്തെ കറൻസിയാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. സോഴ്സ് എന്താണ്? ഡോക്ടർ KKN കറുപ്പ്, പഴശ്ശി സമരങ്ങൾ എന്നുള്ള കാര്യത്തിൽ നിന്ന് ആ ഒരു സോഴ്സിൽ നിന്നാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. നമുക്കിത് വായിച്ചു നോക്കാം. Although talented military commanders were appointed to deal with Pazhassi, who had created a crisis for the company's administration, there was no result. അതായത് കമ്പനിയുടെ ആ ഒരു ഭരണത്തിന് തടസ്സമായിട്ട് നിന്ന, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ട് നിന്ന പഴശ്ശിയെ ഡീല് ചെയ്യാനായിട്ട് ഭയങ്കര കഴിവുള്ള കമാൻഡേഴ്സിനെയൊക്കെ അവർ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ അതെന്തെങ്കിലും ഫലം കണ്ടോ? ഇല്ല. there was no result. തോമസ് ഹാർവേ ബേബർ, who came as the sub collector of തലശ്ശേരി, തലശ്ശേരിയുടെ സബ് കളക്ടറായിട്ട് വന്ന തോമസ് ഹാർവേ ബേബർ എന്ത് ചെയ്തു? killed the commanders who were the strength of പഴശ്ശി. പഴശ്ശിരാജയുടെ ശക്തിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സൈനികരെ കൊന്നു, കമാൻഡേഴ്സിനെ
കൊന്നു, പടനായകന്മാരെ കൊന്നു. ആൻഡ് ഫൗണ്ട് ഔട്ട് ഹിസ് മിലിറ്ററി ബേസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒളിത്താവളം അല്ലെങ്കിൽ യുദ്ധകേന്ദ്രം, ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ഫോഴ്സിങ് പഴശ്ശി ഇൻടു എ മോർ ഡെഫെൻസീവ് പൊസിഷൻ, അതായത് ഉണ്ടായിരുന്ന ആ ഒരു ഇതിൽ നിന്നും കുറച്ചുകൂടെ രക്ഷാപരമായിട്ടുള്ള സ്വയം രക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന രീതിയിലേക്ക് വരെ എത്തിച്ചു. He attained a valiant death in an encounter with the company's army at മാവിലംതോട് in വയനാട് on November 30, 1805. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലംതോടെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കമ്പനിയുടെ ആർമിയും അതുപോലെ പഴശ്ശിരാജയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പഴശ്ശിരാജ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ പഴശ്ശിരാജ എന്തായി, വീരമരണം പ്രാപിച്ചു. അപ്പോൾ ഫിഗർ 8.3 സ്റ്റാച്ചു ഓഫ് പഴശ്ശിരാജ അറ്റ് മാവിലംതോട്, അവിടുത്തെ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണേ, നോക്കാം. Although he was a rebel, I felt that he should be treated differently from the way a fallen enemy would be treated, as he was one of the natural ruler of this country. This is part of a letter written by Babar to Thomas Walden. ആ ഒരു ബാബർ തോമസ് വാൾഡൻ അയച്ച ലെറ്ററിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. പ്രിൻസിപ്പൽ കളക്ടർ ഓഫ് മലബാർ, ആരായിരുന്നു? പ്രിൻസിപ്പൽ കളക്ടർ ഓഫ് മലബാർ, റിഗാർഡിംഗ് ദ burial of Palshi's body with official honor at മാനന്തവാടി. മാനന്തവാടിയിൽ വെച്ച് എന്താണ്, ബഹുമതികളോട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഇതാക്കിയത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുമല്ല, ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾതോ ഹി വാസ് എ റെബൽ, അതായത് ഇവർക്ക് തന്നെ അറിയാം ഇദ്ദേഹത്തിൻ്റെ മഹത്വം. ഓൾതോ ഹി വാസ് എ റെബൽ, അദ്ദേഹം ഒരു കലാപക്കാരനായിരുന്നെങ്കിലും ഐ ഫെൽറ്റ് ദാറ്റ് ഹി ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി, ബാക്കിയുള്ളവരിൽ നിന്ന്, ബാക്കിയുള്ള ശത്രുക്കളിൽ നിന്നും അല്ലെ ഇതുപോലെ തോറ്റ ശത്രുക്കളിൽ നിന്നും വേറിട്ടാണ് ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്. കാര്യം ബാക്കിയുള്ളവരൊക്കെ ഇവരോട് തോറ്റിട്ട് മരണമൊക്കെ അടയുന്നതാണ്, ഇതങ്ങനെയല്ല. അദ്ദേഹം അത്രയും ഒരു കഴിവുള്ള ആളാണ്. ഇവരെന്തോ ചതി ചെയ്തായിരിക്കും, എന്തെങ്കിലും ചതി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ ചാൻസ് ഇല്ല ഇവർ തന്നെ. ആസ് ഹി വാസ് വൺ ഓഫ് ദ നാച്ചുറൽ റൂളർ ഓഫ് ദിസ് കൺട്രി, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല രാജ്യം അല്ലെങ്കിൽ ഈ ഒരു ദേശത്തിൻ്റെ തന്നെ സ്വന്തം ഭരണാധികാരിയായിരുന്നു ആര്? പഴശ്ശിരാജ എന്ന് പറയുന്നത്, കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ ഇത്രയും ഒരു പോർഷൻ വരെയാണ് ഇന്ന് പഠിച്ചത്. നമ്മൾ എന്താണ് എടുത്തതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഈ ഒരു ഇത്രയും പോർഷൻ, പിന്നെ ദ ട്രംപറ്റ് സൗണ്ട് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വാർ, യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങുന്നു എന്നൊക്കെയുള്ള പോർഷൻ. പിന്നെന്താ, അവിടെ തൊട്ടിട്ട് നമ്മളിതാ ഇവിടം വരെ എഴുതി. ഇനി അടുത്തതായി ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ അടുത്ത് പാർട്ട് 2 വരും. അവിടെ തൊട്ടുള്ള പോർഷൻ ആയിരിക്കും അതിൽ വരുന്നത്. സോ ഇത്രയും നേരം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. പാർട്ട് 2 coming soon. This is Anagha signing off. See you in the next class, part 2.